താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ? ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ? സ്നേഹിതർ ദുഷിക്കുന്നോ? താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാം മേടുകളും. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാം മേടുകളും. മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. മലമുകളിൽ ഓടും കാരിരും വാണികളിൽ. കാൽവരി മലമുകളിൽ ഓടും കാരിരും വാണികളിൽ. തിരുരക്തം ചൊരിഞ്ഞവനിൽ താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും.
ലാഭവും നഷ്ടവും എന്നത് ഒരു വലിയ സബ്ജക്റ്റാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ എല്ലാ വ്യവസായങ്ങളും നടത്തപ്പെടുന്നത്. ഒരു ചെറിയ പെട്ടിക്കട മുതൽ ഏറ്റവും വലിയ കമ്പനികൾ വരെ, ഏറ്റവും വലിയ വ്യവസായങ്ങൾ വരെ നടത്തപ്പെടുന്നത് ഈ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ വർഷവും കമ്പനികൾ പ്രവർത്തിക്കുന്നത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് അനലൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നഷ്ടങ്ങളാണെങ്കിൽ ആ നഷ്ടങ്ങൾ വന്നതായ വഴികൾ എന്തൊക്കെയാണ് എന്നവർ കണ്ടെത്താറുണ്ട്. പിന്നീട് തിരികെ ഇതിനെ ലാഭകരമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവർ പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ചെറിയ ചെറിയ പെട്ടിക്കടകൾ മുതൽ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ഏറ്റവും വലിയ വ്യവസായങ്ങൾ വരെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് നാം കാണുന്ന പല മൾട്ടിനാഷണൽ കമ്പനികളും അതിൻ്റെ ആരംഭദശയിൽ വളരെ ചുരുക്കമായ നിലയിൽ പ്രവർത്തിച്ച് തുടങ്ങിയവയാണ്. ഉദാഹരണത്തിന് കോൾഗേറ്റ് എന്ന് പറയുന്നതായ കമ്പനി വളരെ ചുരുങ്ങിയ നിലയിൽ നിന്ന് പ്രവർത്തിച്ച് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനി ആയതാണ് എന്ന് ചരിത്രം പറയുന്നു. ആരോരുമില്ലാത്ത ഒരു ബാലൻ നിരാശനായി ഒരു കപ്പലിൽ സഞ്ചരിക്കവേ ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന് കൊടുത്ത $1 നിന്നാണ് ഈ വലിയ വ്യവസായം ഉടലെടുത്തത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മൾട്ടിനാഷണൽ കമ്പനി ഇപ്പോൾ ഒരു വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതേപോലെ ധാരാളം കമ്പനികളുണ്ട്. ഓരോ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ എല്ലാ സ്ഥാപനങ്ങളും അവയുടെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവിടാറുണ്ട്. ചില സ്ഥാപനങ്ങൾ ഏറ്റവും വലിയ ലാഭത്തിലേക്ക് നീങ്ങുന്നതായി സൂചിപ്പിക്കും. അതേസമയം മറ്റു ചില സ്ഥാപനങ്ങൾ ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതായും രേഖപ്പെടുത്താറുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലാഭനഷ്ടങ്ങളാണ് മുൻപോട്ടുള്ളതായ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത്. മനുഷ്യ ജീവിതത്തിലും ഇതേപോലെ തന്നെയാണ് എന്ന് കാണുവാൻ സാധിക്കും. ഓരോ ലാഭനഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും സമ്മാനിക്കുന്നത്, അതോടൊപ്പം തന്നെ നിരാശയും സമ്മാനിക്കുന്നത്. ജീവിതത്തിലെ നഷ്ടങ്ങളാണ് പലപ്പോഴും മനുഷ്യനെ വലിയ നിരാശയിലേക്ക് തള്ളിവിടുന്നത്. പലരും ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നഷ്ടങ്ങൾ പല നിലകളിൽ ജീവിതത്തിൽ സംഭവിക്കാം. സാമ്പത്തികമായ പരാധീനത കൊണ്ടുണ്ടാകുന്നതായ നഷ്ടങ്ങളുണ്ട്. മതിയായ വരുമാനങ്ങളില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതായ നഷ്ടങ്ങളുണ്ട്. ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതായ നഷ്ടങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നതായ വ്യക്തികൾ ധാരാളം പേരുണ്ട്. അതേസമയം തന്നെ ജീവിതത്തിലെ മറ്റ് ചില നഷ്ടങ്ങൾ അവരെ വല്ലാതെ നിരാശപ്പെടുത്തിയെന്നിരിക്കാം. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ സംഭവിച്ചതായ നഷ്ടങ്ങൾ, പരാജയങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ അവരെ നിരാശയിലേക്ക് നയിക്കാം. എല്ലാം സമ്പാദിച്ചിരുന്നാലും ജീവിതത്തിൽ സമാധാനമില്ലാത്ത ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ മറ്റു പലതുമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്ങനെ ലാഭമുണ്ടാക്കാം എന്നുള്ളതാണ്. നഷ്ടങ്ങളെപ്പറ്റിയുള്ള ഓർമ്മ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നതാണ്. ഈ കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ നഷ്ടങ്ങൾ നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. പലർക്കും അത് സഹിക്കാൻ പാടില്ലാത്ത നിലയിൽ വളരെ വലിയ നഷ്ടങ്ങളാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതായ ലാഭങ്ങൾ പെട്ടെന്ന് നഷ്ടങ്ങളായി മാറുമ്പോൾ ജീവിതം വല്ലാത്ത നിരാശയിലേക്ക് പോകുന്നു. വലിയ ഭാരവും വിഷമവും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പലപ്പോഴും നാം ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതത്തിൽ സംഭവിച്ചു പോയതായ നഷ്ടങ്ങൾ ഓർത്ത് നാം ഒരുപക്ഷെ പരിതപിക്കുന്ന അനേക സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ സകലമായ ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ ഇറക്കി വയ്ക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നഷ്ടങ്ങളെ ഓർത്ത് നാം പരിതപിക്കുകയല്ല, നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ സകല ഭാരങ്ങളും ഇറക്കി വെച്ച് ആശ്വസിക്കുവാനായി കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. പലപ്പോഴും
നമ്മുടെ നഷ്ടങ്ങളെ സംബന്ധിച്ചുള്ളതായ വല്ലാത്ത ചിന്തകൾ നമ്മുടെ സമാധാനം കെടുത്തിക്കളയുന്നതാണ്. ഒരുപക്ഷെ കടഭാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടക്കണക്കുകളായിരിക്കാം. ഇതെല്ലാം ഓർത്ത് നാം ഭാരപ്പെട്ട് വല്ലാതെ തളർന്നു പോകുവാനായിട്ടല്ല നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവചനം പറയുന്നത് പോലെ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നുള്ളത് വിശ്വസിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. നെപ്പോളിയൻ ഒരു യുദ്ധ സ്ഥലത്ത് തൻ്റെ പടയാളികൾ താമസിക്കുന്നതായ ടെൻറ്റിൽ ആരും അറിയാതെ രാത്രിയിൽ ഇങ്ങനെ സന്ദർശിക്കുകയാണ്. അപ്പോൾ ഒരു ടെൻറ്റിനുള്ളിൽ ഒരു അരണ്ട വെളിച്ചം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശബ്ദമുണ്ടാക്കാതെ താൻ അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു പടയാളി കുനിഞ്ഞു കിടന്ന് ഉറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പേപ്പറിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. താൻ സാവധാനം ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കി. ആ പടയാളി തൻ്റെ കടഭാരങ്ങൾ മുഴുവനും അതിലെഴുതി വെച്ചിരിക്കുകയാണ്. ഓരോ കാര്യത്തിൽ തനിക്ക് സംഭവിച്ചതായ കടങ്ങൾ, നഷ്ടങ്ങൾ എല്ലാം എഴുതി വെച്ചൊരു ഭീമമായ തുക തനിക്ക് ആവശ്യമാണ്. അങ്ങനെ എല്ലാം എഴുതിയതിന് ശേഷമായി അദ്ദേഹം അതിനടിയിൽ എഴുതി വച്ചിരിക്കുന്നു, ഈ വലിയ നഷ്ടം ആര് നികത്തും? ശബ്ദമുണ്ടാക്കാതെ സാവധാനത്തിൽ നെപ്പോളിയൻ തൻ്റെ പേനയെടുത്ത് അതിനടിയിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊടുത്തു തീർക്കും എന്നെഴുതി സൈൻ ചെയ്ത് അവിടെ വെച്ചിട്ട് പോയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ആ പടയാളിയുടെ സകലമായ കടങ്ങളും കൊടുത്തു തീർത്തതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കടഭാരങ്ങളും നമ്മുടെ നഷ്ടങ്ങളും നികത്തുവാൻ ആർക്കാണ് സാധിക്കുന്നത്? ഒരുപക്ഷെ മാനുഷികമായ നിലയിൽ നമ്മുടെ നഷ്ടങ്ങൾ പരിഹരിക്കുവാനോ കടങ്ങൾ നികത്തുവാനോ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ടാകാം. എന്നാൽ ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്, നിന്റെ നഷ്ടങ്ങളെല്ലാം നികത്തുവാൻ ഒരുവന് സാധിക്കും. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതായ സകല നഷ്ടങ്ങളും നികത്തുവാൻ, നിന്റെ സകല ഭാരങ്ങളും വഹിക്കുവാൻ ഒരുവന് സാധിക്കും. അത് സകല അഖിലാണ്ടത്തെയും നിർമ്മിച്ച വലിയവനായ ദൈവമാണ്. ആ ദൈവം അതിന് സദാ സന്നദ്ധനാണ്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് സകല ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ ഇറക്കി വയ്ക്കുവാൻ നമ്മോട് ദൈവം ആവശ്യപ്പെടുകയാണ്. ഈ ഭാരമെല്ലാം വഹിച്ചുകൊണ്ട് നഷ്ടങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ട് വിലപിക്കുവാനല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. നിന്റെ ജീവിതത്തെ ലാഭത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭം എന്താണ്? ക്രിസ്തു ഉള്ളതായ ജീവിതമാണ് ഏറ്റവും വലിയ ലാഭം. നാം കാണുന്നതായ സാമ്പത്തികമായ ലാഭങ്ങളോ നാം കാണുന്നതായ ഭൗതികമായ നേട്ടങ്ങളോ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നഷ്ടത്തിലാണ് കലാശിക്കുന്നതെന്ന് വിചാരിച്ച് വല്ലാതെ ഭാരപ്പെടുന്നതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനം ഇന്ന് രാവിലെ പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് ക്രിസ്തുവില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു ഉള്ളതായ ജീവിതമാണ് ഏറ്റവും വലിയ ലാഭകരമായ ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏതെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ അല്ല ജീവിതത്തെ ഏറ്റവും ലാഭകരമാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ക്രിസ്തു നിമിത്തം ഞാൻ സകലവും ഛേദമെന്നെണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ കർത്താവുള്ള ജീവിതമാണ് ഏറ്റവും ലാഭകരമായിട്ടുള്ള ജീവിതം. കർത്താവ് കൂടെ ഉള്ളതായ ജീവിതത്തിൽ ഒരുപക്ഷെ സാമ്പത്തികമായ നഷ്ടങ്ങളോ മറ്റെന്തെങ്കിലും നഷ്ടങ്ങളോ ഒക്കെ സംഭവിച്ചെന്നിരിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ആശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ സകല നഷ്ടങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ കർത്താവ് തുറന്നുള്ളതായ വഴികൾക്ക് മാർഗം നമുക്കൊരുക്കി തരികയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സകല നഷ്ടങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ സകല ഭാരങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയും. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത് ഞങ്ങൾ വല്ലാതെ ദുഃഖിക്കാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു വരുന്നതായ ഒരുപാട് നഷ്ടങ്ങൾ കർത്താവെ ഞങ്ങളുടെ സമാധാനം കെടുത്തിക്കളയുന്നവയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ സകല ഭാരങ്ങളും അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതായ സകല നിരാശകളും ഞങ്ങളുടെ സകല ഭാരങ്ങളും എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ നഷ്ടങ്ങളെ നികത്തുവാൻ അവിടുത്തേക്ക് കഴിയുമല്ലോ. ഞങ്ങളെ സന്തോഷചിത്തരാക്കുവാൻ അവിടുത്തേക്ക് സാധിക്കുമല്ലോ കർത്താവ്. ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും കർത്താവെ
വല്ലാതെ നിരാശ ബാധിച്ചവരായിട്ടുണ്ടെങ്കിൽ അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ഞങ്ങൾ ജീവിക്കട്ടെ, സമാധാനത്തോടെ ജീവിക്കട്ടെ, സന്തോഷത്തോടെ ജീവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിനിക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.